എന്നതോ അല്ലെ മറ്റുള്ളവർ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതോ അറിയാത്തവരായി തീർന്നു. അങ്ങനെ കർത്താവ് ഹല്ലേലൂയ ആ രാജ്യങ്ങളിൽ പോയപ്പോഴാണ് എന്നെ ദൈവം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചത്. ഹല്ലേലൂയ. മാന്യമിത്രരെ, സുന്ദരമായ ഒരു ഭൂമിയാണ് നമ്മൾ പാർക്കുന്നത്. ഹല്ലേലൂയ. വളരെ സൗരഭ്യമായ ഒരു ഹല്ലേലൂയ രാജ്യമാണ് ഇന്ത്യ. ഹല്ലേലൂയ. സൗന്ദര്യമുള്ള പുഴകള്, മലകള്, സൗന്ദര്യമുള്ള വൃക്ഷങ്ങള്, മനോഹരമായ പൂക്കള്, നമ്മള് കഴിക്കുവാൻ നല്ല ആഹാരം, വിളനിലങ്ങള്, ഹല്ലേലൂയ, നല്ല വെള്ളം എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭൂമി ഇപ്പോൾ കാണുന്നതിനേക്കാൾ വളരെ സുന്ദരമായ ഒരു ഭൂമിയായിരുന്നു. ഹല്ലേലൂയ. ആ ഭൂമിയില് ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ആദ്യ മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ദൈവം അവന് തക്കതായ ഒരു തുണയെ നൽകി, ഒരു ഭാര്യയെ നൽകി, അവർക്ക് മനോഹരമായ ഒരു തോട്ടം ഉണ്ടാക്കി കൊടുത്തു. അതിൽ സർവവൃക്ഷ ഫലം അവർക്ക് സ്വാതന്ത്ര്യമായി തിന്നുവാനും ദൈവത്തോടുകൂടെ സന്തോഷത്തോട് കഴിയുവാനുമുള്ള അവസരങ്ങളെ ദൈവം തന്നു. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്നാല് ഹല്ലേലൂയ ആ മനുഷ്യന് തൻ്റെ ജീവശ്വാസം ഊതി ഹല്ലേലൂയ അവനെ ജീവാത്മാവാക്കി എന്നേക്കും ദൈവത്തോട് ജീവിക്കുവാൻ ദൈവം അവനെ ഉണ്ടാക്കി. എന്നാൽ ഈ ലോകത്തിന്റെ അന്ധകാര പ്രഭു, അന്ധകാര ശക്തി, പിശാച് അവനെ തെറ്റിച്ചു. ദൈവത്തോടുള്ള ആ കൂട്ടായ്മ അവനെ നഷ്ടപ്പെടുത്തി. ആ നാളുകളിൽ ഹല്ലേലൂയ മനുഷ്യർ ലോകത്തിൽ പെരുകി. എന്നാൽ മനുഷ്യരെല്ലാം പാപികളായി തീർന്നു. ആ ആദ്യ മനുഷ്യൻ പിശാചിന്റെ സന്തതിയായി തീർന്നത് കൊണ്ട് അവന്റെ സന്തതിയെല്ലാം ഹല്ലേലൂയ പാപം നിറഞ്ഞ സന്തതിയായിരുന്നു. കൊലയും കൊള്ളയും ഹല്ലേലൂയ ഒരു മടിയുമില്ലാതെ അവൻ ചെയ്തു. ആ കൊലയും കൊള്ളയിലും അവൻ ആനന്ദിച്ചു. എന്നാൽ അവനുണ്ടായത് മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണം എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. മരണമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ പിശാച് അവനെ വഞ്ചിച്ചത് കൊണ്ട്, അവൻ പാപിയായതുകൊണ്ട്, ദുഷ്ടപ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് അവന് മരണം സംഭവിച്ചു. ഈ മരണം സംഭവിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ലോകത്തിന്റെ നടുഭാഗമായ ഇസ്രായേൽ ദേശത്ത് ഒരു കന്യകയുടെ ഉദരത്തിൽ ജനിച്ചു. ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിന്റെ മധ്യഭാഗമാണ്. ലോകത്തിന്റെ മധ്യഭാഗത്തിൽ ലോകത്തിനെ രക്ഷിക്കുവാൻ തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഒരു ശിശുവായിട്ട് ജനിച്ചു. ആ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ യാതൊരു പാപവും ചെയ്യാതെ 33 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചു. അനേക അത്ഭുതങ്ങൾ ചെയ്തു. അനേകരെ സൗഖ്യമാക്കി. മരിച്ചവരെ ജീവനോട് എഴുന്നേൽപ്പിച്ചു. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ കർത്താവ് മരിക്കുന്നതിന് മുമ്പേ തന്നെ കർത്താവ് പറഞ്ഞു, ഈ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തിൽ ഉയർത്തപ്പെടും. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടത് ക്രൂശിലാണ്. ക്രൂശിൽ കർത്താവ് ഉയർത്തപ്പെട്ടു. പാപമുള്ള മനുഷ്യകുലത്തിന് വേണ്ടി അവൻ കഷ്ടങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ ദുഷ്ടന്മാരായ മനുഷ്യർ, പാപികളായ മനുഷ്യർ സർവശക്തനായ കർത്താവിനെ ക്രൂശിച്ചു, കൊന്നു. എന്നാൽ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ മരിക്കും, അത് പാപികളായ മനുഷ്യരുടെ പാപത്തിന്റെ ശിക്ഷയായിട്ട് ഞാൻ മരിക്കും. എന്നാൽ മരിച്ചാൽ ഞാൻ പിന്നെയും ഉയർത്തെഴുന്നേൽക്കും. എന്നിൽ വിശ്വസിക്കുന്നവരെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകുവാനായി വീണ്ടും വരുമെന്ന് കർത്താവ് പറഞ്ഞ് മേഘങ്ങളുടെ മേൽ എടുക്കപ്പെട്ടു
വിളിക്കപ്പെട്ടു. സ്വർഗത്തിൽ കർത്താവ് ജീവനോട് ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, സമാധാനം സന്തോഷം ഇല്ലാത്തവര് അനന്യമായ നിത്യജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവര് കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി, എന്റെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി ലോകത്തിന്റെ മധ്യഭാഗത്തിൽ കാൽവറി ക്രൂശിൽ ഭയങ്കരമായ പാടുകളും നിന്ദകളും സഹിച്ച് എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ആ രക്ഷകനെ എന്റെ ജീവിതത്തിന്റെ അധിപതിയായി, നായകനായി, രാജാവായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിത്യമായ ജീവൻ സ്വർഗരാജ്യത്തിൽ ദൈവത്തോടുകൂടെ കഴിക്കാം. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരെ ഹല്ലേലൂയ ഈ ലോകത്തിൽ ചേർത്തുകൊള്ളുവാൻ ഞാൻ വരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അത് മാത്രമല്ല, തന്നിൽ വിശ്വസിച്ചവരോട് നിങ്ങൾ ലോകമെങ്ങും പോയി ഈ സുവിശേഷം പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളും ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാ ചുമതലകളും മാറ്റിവെച്ച് ഈ വലിയ ചുമതലയെ ഏറ്റെടുത്ത് നിങ്ങളുടെ മധ്യേ കർത്താവിന്റെ സുവിശേഷം ഞങ്ങൾ പറയുന്നത്. ഈ സുവിശേഷം നിത്യമായ ജീവനെ നിങ്ങൾക്ക് തരും. നമുക്കെല്ലാവർക്കും ആഗ്രഹമാണ് മരിക്കാതെ ജീവിക്കണമെന്ന്. ഹല്ലേലൂയ. അത് ദൈവം ഒരിക്കലും മനുഷ്യന്റെ കൈപ്പണിയിൽ വസിക്കുന്ന ദൈവമല്ല. മനുഷ്യന്റെ കൈപ്പണി അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളാണ് കർത്താവിന്റെ കൈപ്പണി. നമ്മളിൽ വസിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആകയാൽ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാം. കർത്താവെ, ഞാൻ കേൾക്കുന്ന ഈ സുവിശേഷം ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപത്തിനു വേണ്ടി കർത്താവ് മരിച്ചു എന്നുള്ളതിന് ഞാൻ അംഗീകരിച്ച് വിശ്വസിച്ച് എൻ്റെ രക്ഷിതാവായി എന്നേക്കും ഞാൻ ജീവിക്കുവാൻ, എന്നേക്കും ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ വരണമേ, കർത്താവ് എൻ്റെ രക്ഷിതാവായി തീരണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്തൊന്നും പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് പാപമോചിതരായി തീർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ദൈവത്താൽ ധന്യമാക്കപ്പെടും. ഹല്ലേലൂയ. ഇവിടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു പാട്ടും പാടിയിട്ട് എൻ്റെ ഈ പ്രസംഗം അവസാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീവിതം ഒന്നേ ഉള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ഒന്നേയുള്ളൂ. യൗവനം പോയി മറയും, വാർദ്ധക്യം വന്നേ തേടും. കണ്ണിൻ്റെ കാഴ്ചകൾ മങ്ങും, കേൾവിക്കും തകരാറാകും. സുന്ദര രൂപം മാറും, ജാരനരകൾ വരും. വില്ല് പോലെ കൂനി വളയും, ഓർമ്മകൾ നിശ്ചലമാകും. നാം കണ്ട കനവുകളെല്ലാം തകർന്ന് തരിപ്പണമാകും. 6 അടി മണ്ണിൽ നമ്മുടെ കോട്ടവും വന്ന് നിലയ്ക്കും. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ഒന്നേയുള്ളൂ. ഈ പ്രാർത്ഥനയിലും സത്യസുവിശേഷം നിങ്ങൾ കേട്ടതിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിന് നിത്യജീവൻ നൽകണമെന്ന് ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വിട പറയുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രൈസ് ദി ലോർഡ്. തുടർന്ന് അല്പസമയം ഒരു ദൈവത്തിന്റെ ദാസന്റെ സാക്ഷ്യം ഈ ദേശത്തോടായി പറയുവാനായിട്ട് ദൈവദാസനെ ക്ഷണിക്കുന്നു.